ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ. രാത്രി നല്ല മഴയായിരുന്നു. പിന്നെ ഞാൻ എണീച്ചപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും അടുത്ത മഴ തുടങ്ങി. രാവിലെ എണീറ്റ ഉടനെ ഞാൻ ഈ അടുപ്പിൻ്റെ മുൾഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിടും കേട്ടോ. എന്നിട്ട് തീ കത്തിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഇത്തിരി വൈകിപ്പോയിട്ടോ. അപ്പോൾ തീ കത്തിക്കാൻ ഇനിയും വൈകിയാൽ ചിലപ്പോൾ മക്കൾ സ്കൂളിൽ പോകുമ്പോഴേക്ക് ചോറ് ആകൂല കേട്ടോ. അതുകൊണ്ട് ആദ്യം തീ കത്തിച്ചു, അതിന് ശേഷമാണ് ഇന്ന് തുടയ്ക്കുന്നത്. പിന്നെ ഇതെന്താണെന്നറിയോ, നമ്മുടെ ജാതിക്കായാണ്. ഇതെന്തെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് ജാതിപത്രിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഉണക്കാനിടുന്നത്. ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ പുറത്തൊന്നും ഉണക്കാൻ പറ്റില്ലല്ലോ. മഴ അല്ലെങ്കിലും ഇവിടെ ആണ് ഏകദേശം ഉണക്കാറ്. അത് കഴിഞ്ഞ് കാപ്പിയൊക്കെ വെച്ച് കുടിച്ചു. പിന്നെ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ചെറുപയർ കറി ഉണ്ടാക്കി. പിന്നെ ചെറുപയർ തോരനാണ് ഉണ്ടാക്കിയത് കേട്ടോ. കൂടെ ഇതാ കിഴങ്ങ് പൊരിച്ചതും ഉണ്ട്. ചെറുപയർ കറി ദോശയ്ക്കുള്ളതാണ്. അപ്പോൾ ഇനി ചോറിനുള്ള കറി ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് നൈനുവിന് ഭയങ്കര വാശി, സ്കൂളിലേക്ക് കിഴങ്ങ് പൊരിച്ചതും കൂടി വേണമെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂടി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിലിട്ടു കേട്ടോ. ഇപ്പോൾ മഴയായതുകൊണ്ട് അലക്കിയിട്ടാൽ ഉണങ്ങില്ലല്ലോ. പിന്നെ കുറച്ച് നല്ല തുണി ഉണ്ട്, അത് വൈകുന്നേരം അലക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത് സമയമല്ല, ഇന്ന് തക്കുടൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു 10:30 ആകുമ്പോഴേക്കും പോകണം. അപ്പോൾ ഏട്ടൻ എന്നെ ലിസ് ചേച്ചീൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തന്നിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്ന് സ്കൂളിലെത്തിയപ്പോൾ കുറച്ച് വൈകി പോയിട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ ഇരുന്നത്. ഇതാണ് ലിസ് ചേച്ചി കേട്ടോ. ഭയങ്കര ഫോൺ വിളിയിലാണേ. പിന്നെന്താ, അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇതാ നടന്ന് വരികയാണ് കേട്ടോ. രാവിലെ തിരക്ക് പിടിച്ചപ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിന് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും നടക്കുകയാണ്. എനിക്കിങ്ങനെ ആരോടെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആദ്യം ആരും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചെസ് ടൂർണമെൻറ്റിന് വന്നപ്പോഴാണ് ഏകദേശം കുറേ പേരെയൊക്കെ അറിയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ലിസ് ചേച്ചിൻ്റെ വീട്. ലിസ് ചേച്ചിൻ്റെ ഹസ്സിൻ്റെ ഏട്ടൻ്റെ വീടുണ്ട് കേട്ടോ. അവരുടെ മോനും ഇവരൊക്കെ കൂടി ഒന്നിച്ചാണ് ചെസ്സ് കളിക്കുന്നത്. ഞങ്ങളൊക്കെ ഭയങ്കര കൂട്ടാണ്. പക്ഷേ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടില്ല ഇതുവരെ. അങ്ങനെ ലിസ് ചേച്ചിയും കൂട്ടി അവിടെയൊക്കെ പോയി വീടൊക്കെ കണ്ടു. അങ്ങനെ 12:30 മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീടെത്തുന്നത് 2:30. ഏട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് വൈകുന്നൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ വീടെത്തുമ്പോഴേക്കും ഏട്ടൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പട്ടിക്കുട്ടനുണ്ട്. അപ്പോൾ അവന് ഭക്ഷണം കൊടുത്ത് അത് കഴിഞ്ഞ് പാത്രമൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരം വിശ്രമമാണ്. ഒരു 3 മണി വരെ വിശ്രമമാണ് മിക്കവാറും. എന്താ പറയുക, ഞാനൊരു ഫോൺ നോക്കുമ്പോഴേക്കും ആ ടൈം അങ്ങ് പോകും. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നുള്ള ടൈമൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂണ് നമ്മുടെ ദോശമാവില്ലേ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 1.5 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3-4 സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് ആണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പാകത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. അധികം ലൂസ് ആവാതെ പാകത്തിന് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പാകം എന്ന് പറയുന്നത്. കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ പാകത്തിന് വേണം നമ്മളുടെ ബാറ്റർ. ഞാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് പിന്നെ അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കലക്കുന്നതിന് കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു അരമണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മക്കളെയൊക്കെ കൂട്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ പഴം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് പഴുത്ത് പോകരുത്. ഞാൻ 5 പഴമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 4 കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പാകത്തിനാണ് അരിഞ്ഞത്. പഴം അരിഞ്ഞപ്പോഴേ ആ വീഡിയോ കട്ടായത് ഞാൻ കണ്ടില്ല കേട്ടോ, സോറി. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ പഴംപൊരിക്ക് എങ്ങനെയാണ് കട്ടാക്കേണ്ടതെന്ന്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ പഴം അല്ലേ അത് ഈ ബാറ്ററിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടിട്ട് കൈ കൊണ്ട് ചെയ്യരുത്. നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് വേണം
എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ, 1 2 ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് പഫി പോലെ നമ്മുടെ പഴംപൊരി പൊങ്ങി വരും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കുമ്പോഴേ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമ്മുടെ പഴംപൊരി കിട്ടും. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ മറന്നു പോവരുതേ. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എടുത്തതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ കട്ട് ചെയ്ത ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളോടൊപ്പം എന്നെയും ഒന്ന് കൂട്ടാക്കണേ. അപ്പോൾ നമ്മുടെ പഫി ആയ പഴംപൊരി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തക്കുടുവിനെ കാണുന്നില്ല, 9 കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കുടു വന്ന ഉടനെ നല്ല കരച്ചിലാണ്. അവളുടെ ടവല് കാണുന്നില്ല, അതാണ് കാരണം. തക്കുടു തക്കു തക്കുടു ഒരു ടവല് പോയി ഇങ്ങനെ കരഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളെ ഫോട്ടോ കിട്ടുന്നുണ്ടോ?